വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മൂരാട് മുതൽ പയ്യോളി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൂരാട് ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ്. അതിനിടയിൽ മൂരാട് ഭാഗത്ത് ഒരു പാലത്തിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൽ, പുതിയ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൽ വിള്ളൽ വീണിരുന്നു. ആ വിള്ളൽ ഇന്നും അതേപോലെ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ആ വിള്ളൽ വീണ ആ ഒരു അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നേരത്തെ പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ വിരിച്ചിരുന്നു. ആ പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ മഴയും വെയിലുമൊക്കെ കൊണ്ടിട്ട് ഇപ്പം പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരവസ്ഥയായിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത മഴക്കാലമാണ് വരുന്നത്. അവിടെ വീണ്ടും വെള്ളമിറങ്ങും. അത് കൂടുതൽ പ്രശ്നമാവുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ വാഗാടിനോട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ E5 ഇതിപ്പോൾ വാഗാടാണ് E5 ആണ് എന്നൊക്കെ പറയുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും E5നെ സംബന്ധിച്ചുള്ള അവർ വർക്കും കഴിഞ്ഞ് പൊടിയും തട്ടി നാട്ടിലേക്ക് പോയ ഒരു കാഴ്ചയാണ്. അപ്പോൾ അതിൽ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. അധികാരികളും അധികൃതരും ബന്ധപ്പെട്ട ആളുകളൊന്നും ആ അപ്രോച്ച് റോഡിലെ ആ ഒരു വിള്ളലിനകത്ത് ഇതുവരെ ഒരു പരിഹാരത്തിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. നമ്മളെ കൂരിയാട് പാലം, മലപ്പുറം ഭാഗത്ത് കൂരിയാട് പാലം പൊളിഞ്ഞു വീണതിന് ശേഷം ആ അപ്രോച്ച് റോഡ് പൊളിച്ച് ഇനി ഫ്ലൈ ഓവർ നിർമ്മിച്ചതുപോലെ, അല്ലെങ്കിൽ ഇവിടെ ഫ്ലൈ ഓവർ നിർമ്മിക്കേണ്ട ആവശ്യമില്ല, എന്നിരുന്നാലും ആ അപ്രോച്ച് റോഡ് പൊളിച്ചുകൊണ്ട് അവിടെ കൂടുതൽ കൃത്യമായി ഫില്ല് ചെയ്തതിന് ശേഷം മറ്റ് വർക്കുകൾ ചെയ്യാനോ ബന്ധപ്പെട്ട എന്താണോ അതിന് അഭികാമ്യം, എന്താണോ കൂടുതൽ അനുയോജ്യമായ വർക്ക് എടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മളെ ഓയിൽ മില്ല് ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഓയിൽ മില്ല് ഭാഗത്ത് 6 വരിയുടെയൊക്കെ വർക്ക് കഴിഞ്ഞു. നേരത്തെ അതിനിടയിൽ നമ്മൾ അണ്ടർ പാസേജൊക്കെ ഉണ്ടായിരുന്നു. അണ്ടർ പാസേജൊക്കെ കഴിഞ്ഞു പോയി. അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടു. ഫുള്ള് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് നമ്മളെ മാങ്ങൂൽപ്പാറ എന്ന് പറയുന്ന പ്രദേശമാണ്. മാങ്ങൂൽപ്പാറ, അതായത് ഇരിങ്ങപ്പാറയുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന ആ മാങ്ങൂൽപ്പാറയുടെ ഭാഗത്തും ഇപ്പോൾ 3 വരിയുടെ താറിങ് കഴിഞ്ഞു. അടുത്ത 3 വരിയുടെ താറിങ്ങിൻ്റെ പ്രവർത്തനമാണ് ഈ ഒരു പ്രദേശത്ത് ബാക്കിയുള്ളത്. അതേപോലെ വൺ സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കും ഈ ഒരു പ്രദേശത്ത് ബാക്കിയുണ്ട്. ആ സർവീസ് റോഡും ഇവിടെ ഒരു പണിയും എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് സർവീസ് റോഡ് ഇപ്പോൾ അത് അനിശ്ചിതമായി തുടരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും മാങ്ങൂൽപ്പാറ ഭാഗത്ത് ഇപ്പോൾ ഈ മണ്ണൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന പ്രദേശം ഉണ്ടല്ലോ, ഇതൊക്കെ താറ് ചെയ്ത പ്രദേശമാണ്. അതിൻ്റെ മുകളിൽ മണ്ണും മറ്റ് വേസ്റ്റൊക്കെ കൊണ്ടിട്ടതാണ്. 6 വരിയുടെയും ഈ ഭാഗങ്ങളിലൊക്കെ താറിങ് കഴിഞ്ഞതാണ്. അപ്പോൾ അടുത്തത് ഈ ഭാഗത്തുള്ള ഈ മണ്ണ് കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കുറേയൊക്കെ നടക്കാനുണ്ട്. അതേപോലെ തന്നെ ഇരിങ്ങൽ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ സമരം ചെയ്തിരുന്നു. ആ ഒരു അണ്ടർ പാസേജ് സാങ്ഷനായി. അതിനുശേഷം അണ്ടർ പാസേജിൻ്റെ 6 വരിയിലെ 3 വരിയുടെ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭാഗങ്ങളിൽ പൊളിച്ചുകൊണ്ട് അപ്രോച്ച് റോഡാണ് നിർമ്മിക്കാനുള്ളത്. ആ കുറച്ച് ഭാഗം, അതായത് 3 വരിയുടെ ചില ഭാഗങ്ങളിൽ പൊളിച്ചിട്ട് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത 3 വരിയുടെ ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ വർക്കും നടക്കാനുണ്ട്. ഇവിടെയൊക്കെ നേരത്തെ താറിങ് പൂർത്തിയായതായിരുന്നു. അതിനുശേഷം പൊളിച്ച് നീക്കിയതിന് ശേഷം അപ്രോച്ച് റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതേപോലെ തന്നെ പയ്യോളി ഭാഗത്ത് ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗേഡറുകളും ഉണ്ടായിരുന്നു. നമ്മളെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വർക്കൊക്കെ കുറേയൊക്കെ നടന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് വർക്ക് ഇരിങ്ങൽ ഭാഗത്ത് അണ്ടർ പാസേജിൻ്റെ ആ ഒരു ഭാഗത്ത് നടക്കാനുണ്ട്. അതേപോലെ ഈ ഭാഗത്ത് നേരത്തെ പയ്യോളിയിലെ ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ ആവശ്യമായ ഒരുപാട് എക്സ്പാൻഡഡ് ബീമുകളും, അതോടൊപ്പം തന്നെ വടകര ഭാഗത്തേക്ക് ഹൈവേയുടെ മുകളിൽ നമ്മൾ അവിടെയും ഫ്ലൈ ഓവർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എക്സ്പാൻഡഡ് ബീമുകൾ ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് ഇവിടെ നീക്കം ചെയ്തതിന് ശേഷം ഇപ്പോൾ പൂരം കഴിഞ്ഞ പറമ്പ് പോലെ ഏകദേശം ഈ ഒരു പ്രദേശം മാറിയിട്ടുണ്ട്. ഇനി ഏതാനും ചില ഗേഡറുകൾ മാത്രമേ ഇവിടുന്ന് എടുത്തു മാറ്റാൻ ബാക്കിയുള്ളൂ. 6 വരിയിൽ ഈ ഭാഗങ്ങളിലൊക്കെ 6 വരിയുടെ താറിങ് പൂർണ്ണമായും കഴിഞ്ഞതാണ്. അതിനുശേഷം മറ്റൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ആ താറിങ് കഴിഞ്ഞ പ്രദേശത്തിന് തന്നെയായിരുന്നു നമ്മൾ പയ്യോളിക്കും അതോടൊപ്പം തന്നെ വടകരക്കും ആവശ്യമായിട്ടുള്ള ഫ്ലൈ ഓവറിൻ്റെ ബീമുകൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ ഇനിയിപ്പോൾ ക്ലീൻ ചെയ്ത് നീക്കേണ്ട ഒരു വർക്ക് എന്തായാലും ഉണ്ട്. 6 വരിയുടെ ഭാഗത്ത് താറിങ്ങൊക്കെ ഒന്നുകൂടി ഒരുപക്ഷെ ചെയ്യേണ്ടി വരും. കാരണം താറിങ് പലയിടത്തും കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തൊക്കെ പൊളിഞ്ഞു കിടക്കുന്നതും അതോടൊപ്പം തന്നെ കോൺക്രീറ്റൊക്കെ കട്ട പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ഈ ഭാഗങ്ങളിൽ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങും പലയിടത്തും നടക്കാൻ ബാക്കിയുണ്ട്. സർവീസ് റോഡ് നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞതായിരുന്നെങ്കിലും ഇപ്പം പയ്യോളി ഭാഗത്തേക്ക് പോകുന്ന ഭാഗങ്ങളിൽ താറിങ് പൂർണ്ണമായി കംപ്ലീറ്റ് ആക്കിയ ഒരു കാഴ്ചയാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത്. ഇനി വടകര ഭാഗത്തുള്ള ചില ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ചില ഭാഗങ്ങളിലെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പം വടകരയിൽ നിന്ന് പയ്യോളിയിലേക്ക് പോകുമ്പോൾ വലിയ ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്. പയ്യോളിയിലെ
സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് കുറച്ച് ടാർ ചെയ്യാൻ ബാക്കിയുള്ളത്. അത് എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് എക്സ്പാൻഡഡ് ബീമുകൾ ഉണ്ടായിരുന്നു, ഗേഡറുകൾ അല്ലെ, എക്സ്പാൻഡഡ് ബീമുകളൊക്കെ ഉണ്ടായിരുന്നു. ആ എക്സ്പാൻഡഡ് ബീമുകളൊക്കെ ഇവിടുന്ന് നീക്കം ചെയ്തതിന് ശേഷം 6 വരി വിശാലമായി കിടക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ അടുത്തത് അയിനിക്കാടാണ്. അയിനിക്കാട് പള്ളിയുടെ ഭാഗത്തൊരു അണ്ടർ പാസേജ് ഉണ്ട്, വളരെ ചെറുതായിട്ടുള്ള ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ്. ഇതും സമരം ചെയ്ത് നേടിയെടുത്ത ലൈറ്റ് അണ്ടർ പാസേജാണ്. ജസ്റ്റ് ചെറിയ വാഹനങ്ങൾക്ക് മാത്രം പോകാൻ സൗകര്യമുള്ള അണ്ടർ പാസേജാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള അണ്ടർ പാസേജുകൾ ജീവന് ഭീഷണിയാണ് എന്ന് ഞാൻ പറയുള്ളൂ, മറ്റൊന്നുമല്ല. നമ്മളെ ഈ ദേശീയപാതയിൽ ഇതുപോലെയുള്ള ചെറിയ അണ്ടർ പാസേജുകൾ കൊടുക്കുമ്പോൾ സർവീസ് റോഡിൽ നിന്ന് വാഹനങ്ങൾ ഇറങ്ങാൻ മറ്റു വാഹനങ്ങളെ കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. നമ്മുടെ മാളത്തുനിന്ന് പാമ്പൊക്കെ ഈ എന്താ പറയുക തലയിട്ട് നോക്കുന്നത് പോലത്തെ ഒരു പ്രതീതിയാണ് ഉണ്ടാവുക. അപ്പോൾ സത്യത്തിൽ അതൊരു ബ്ലൈൻഡ് സ്പോട്ടായ കൊണ്ട് അപകടങ്ങൾ സംഭവിക്കാനാണ് സാധ്യത. അതിനിടയിൽ ഇവിടെ എന്താണ് അപകടം, എന്തോ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം മുകളിൽ നിന്ന് കാണാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മുകളിൽ നിന്ന് അങ്ങ് ദൂരെ നിന്ന് വീക്ഷിച്ചപ്പോഴാണ് ഈ ഒരു കാഴ്ച അവിടെ കണ്ടത്. എന്താ സംഭവിച്ചത്, എന്താണ് അപകടം എന്നറിയില്ല. എന്തായാലും സർവീസ് റോഡിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ട്, എന്തോ അപകടം എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയില്ല. ഒരുപക്ഷെ ആ സമയത്ത് അവിടെ ആളുകളുണ്ടായിരിക്കാം, നമ്മൾ വീഡിയോ കണ്ട ആളുകളും ഒരുപക്ഷെ ആ സമയത്തുണ്ടായിരിക്കാം. അത്തരം ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ നമ്മളെ പുതിയ 6 വരിയുടെ ടാറിങ് കഴിഞ്ഞ പ്രദേശത്ത് കൂടി വാഹനങ്ങൾ ട്രാഫിക് ബ്ലോക്കിൻ്റെ അപാരമായ പ്രശ്നം കാരണം പലയിടത്തൂടെയൊക്കെ കയറി വരുന്ന കാഴ്ചയാണ്. അപ്പം നമ്മളെ പയ്യോളി ഭാഗത്ത് ഇപ്പോൾ ഏകദേശവും 6 വരിയുടെ ടാറിങ്ങൊക്കെ കഴിഞ്ഞു. ഏകദേശം അണ്ടർ പാസേജുകളുടെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനി ചില മിനുക്ക് പണികൾ, ചെറിയ വർക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മൂരാട് മുതൽ പയ്യോളിയല്ല, നമുക്ക് നന്ദി വരെ ദേശീയപാതയുടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പലയിടത്തും ചെറിയ വർക്കുകളാണ് ബാക്കിയുള്ളത്. അതൊക്കെ കഴിയുകയാണെങ്കിൽ ഒരു മാസം കൊണ്ടൊക്കെ തുറന്നു കൊടുക്കാമല്ല, 1-2 മാസം കൊണ്ടൊക്കെ വടകരയിൽ നിന്നും പയ്യോളി വരെ, നന്ദി വരെ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതൊക്കെ സഞ്ചരിക്കാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു വർക്കാണിപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പലയിടത്തും ഡ്രൈനേജിൻ്റെ സ്ലാബുകളൊക്കെ പൊട്ടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പ്രശ്നത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഞാനടക്കമുള്ള ആളുകൾ സർവീസ് റോഡിലെയും അതുപോലെ നന്ദിയിലെ റോഡിൻ്റെ ഭയങ്കര പ്രശ്നമൊക്കെ പറഞ്ഞ ശേഷം ഇവിടെ ടാറിങ് നടന്നിട്ടുണ്ട്. എന്താണ് ടാർ ചെയ്തതെന്നറിയില്ല. ഈ ഡ്രൈനേജിൻ്റെ സ്ലാബൊക്കെ പൊളിയുന്നത് നമ്മൾ വളരെ കൃത്യമായിട്ട് അതിനൊരു ജാഗ്രത നൽകിയില്ല, വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കും. കാരണം സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ സ്ലാബ് ആ സർവീസ് റോഡിൻ്റെ ഭാഗമാണ്. വലിയ ഹെവി വെഹിക്കിൾസൊക്കെ അതിൽ സഞ്ചരിക്കും. അത്തരത്തിൽ ഹെവി വെഹിക്കിൾസൊക്കെ സഞ്ചരിക്കുമ്പോൾ അപകടങ്ങളുണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മളെ കൈനാട്ടിയുള്ള നമ്മൾ കുഞ്ഞിപ്പള്ളി ആ ഒരു ഭാഗത്ത് ഇത്തരത്തിലൊരു കല്ലും വണ്ടി സർവീസ് റോഡിലെ ചേർന്നിട്ടുള്ള സ്ലാബിൻ്റെ മുകളിൽ കയറിയപ്പോൾ അത് പൊളിഞ്ഞ് വീണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാ സ്ലാബിൻ്റെ മുകളിൽ കയറുന്നതെന്ന് ചോദിക്കരുത്. കാരണം സർവീസ് റോഡിൻ്റെ കൂടെ വരുന്ന സ്ലാബ് കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ആ സ്ലാബ് വളരെ കൃത്യമായിട്ട് നല്ല കൃത്യമായി ബലത്തോടെ നിർമ്മിച്ചില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകും. അതിനിടയിൽ ഒരുപാട് വാഹനങ്ങൾ ട്രാഫിക് ബ്ലോക്ക് പയ്യോളിയിൽ വീണ്ടും കാണാൻ സാധിക്കുകയാണ്. ഒരാൾക്കും സമയമില്ല. എല്ലാ ആളുകളും എത്ര ട്രാക്കാണ്, 1, 2, 3, 4, 5, 6 വരിയിലായിട്ടാണ് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത്. ഇതൊക്കെ കുറച്ച് ബ്ലോക്കൊക്കെ, ഇവിടെയുള്ള ബ്ലോക്കൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത ബ്ലോക്കാണ്. ഒരു വാഹനം പോവേണ്ടതിന് പകരം എല്ലാ വാഹനങ്ങളും കൂടി തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതൊരു കഷ്ടം നോക്കുക. ഡ്രൈവിങ് എന്ന് പറയുന്നത് സത്യം പറയാൻ അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം ഇല്ലാത്തതിൻ്റെ ഒരു ഗുണഫലമാണ്. ഒരു ട്രാക്ക് കൂടി ഉണ്ടാക്കാം, 2 വാഹനങ്ങൾ കയറി, 3 വാഹനങ്ങൾ കയറി എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്തൊരു ട്രാക്ക് കൂടി. ഒരു സർവീസ് റോഡിലൂടെയാണ് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് എത്ര വണ്ടികളാണ് ഇങ്ങനെ കയറ്റിയിട്ടിരിക്കുന്നതെന്നറിയോ. ചില സമയത്തൊക്കെ ചെറിയ ബ്ലോക്കായിരിക്കും, പക്ഷേ ഇതേ രീതിയിൽ വാഹനങ്ങൾ കുത്തിക്കയറിയിട്ട് അത് വലിയ ഹിമാലയം ബ്ലോക്കാക്കി മാറ്റും. അത് ചില ആളുകളുടെ ഡ്രൈവിങ്ങിൻ്റെ ഗുണമാണ്. വേറൊരാൾ കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ടാറിങ് നടക്കുന്നുണ്ട്. ആ ഒരു നമ്മളെ പയ്യോളിയിൽ ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, ഫ്ലൈ ഓവർ, പേരാമ്പ്ര
അതേപോലെ കുളാവിപ്പാലം ഒക്കെ പോകുന്ന സ്റ്റാൻഡ് ഭാഗത്തൊക്കെ ഇപ്പോൾ 4 കൂടിയിട്ടുള്ള ആ ഒരു ജംഗ്ഷൻ്റെ ഭാഗത്ത്, സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ചെറിയ രീതിയിൽ എന്തൊക്കെയോ ടാറിങ്ങിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉള്ളത്. അതും വൈകിട്ട് 4 മണിക്കാണ് ഇവന്മാർ ടാർ ചെയ്യുന്നത്. സത്യം പറയുകയാണെങ്കിൽ രാത്രി ടാർ ചെയ്താണ് 11 മണിക്കും 12 മണിക്കും പക്ഷേ ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ വലിയ ട്രാഫിക് ബ്ലോക്കൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. വൈകിട്ട് 4 മണി 5 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റഷുള്ള ടൈമാണ്. ആ റഷുള്ള ടൈം തന്നെ നോക്കിയിട്ട് വാഗാടിന് ടാർ ചെയ്യണമെന്ന് എന്തോ ഒരു വാശി പിടിക്കുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ പയ്യോളി ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ പൂർണ്ണമായും ഗാർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഷട്ടറിങ് വർക്കും കഴിഞ്ഞു. അപ്രോച്ച് റോഡിൻ്റെ വർക്കും നല്ല തകൃതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പയ്യോളി വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ച. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം.